കൊല്ലത്തിൻ്റെ NH വർക്കിൽ ഏറ്റവും ആദ്യം പണിതീർന്ന മേൽപ്പാലങ്ങളിലൊന്നാണ് പാലത്തറ NS ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഈ മേൽപ്പാലം. മേൽപ്പാലം പൂർത്തിയായി ഏകദേശം 1 വർഷത്തിനകം മുകളിലായെങ്കിൽ കൂടി ഇതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ മേൽപ്പാലത്തിൻ്റെ പണി പൂർത്തിയായി അതിനുശേഷം തുടങ്ങിയ പല മേൽപ്പാലങ്ങളിൽ മുകളിലൂടെയും വാഹനങ്ങൾ കടന്നുപോയെങ്കിലും ഇവിടെ മാത്രം വർക്ക് പെൻഡിങ്ങായി തന്നെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്കിന് അല്പം വേഗത വന്നിട്ടുണ്ട്. മെഡിസിറ്റി ഭാഗത്തു നിന്ന് വരുന്ന ഭാഗത്തെ അപ്രോച്ച് റോഡ് ഈ ഫ്ലൈ ഓവറുമായി ബന്ധിപ്പിച്ച് ഇപ്പം ഏകദേശം വർക്കുകളൊക്കെ പൂർത്തിയായിരിക്കുകയാണ്. ഇനി ഫൈനൽ കുറച്ച് ജോയിൻ ചെയ്ത ഭാഗത്ത് മാത്രം അല്പം ടാറിങ്ങിൻ്റെ വർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി പൂർത്തിയാകാനുള്ളത് അയത്തിൽ നിന്ന് വരുന്ന അപ്രോച്ച് റോഡാണ് ഇനിയിപ്പോൾ ഈ ഫ്ലൈ ഓവറുമായി കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ മണ്ണിട്ട് ഏകദേശം പാലത്തിൻ്റെ ലെവൽ ചെയ്ത് ഇപ്പോൾ ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് ഈ ഫ്ലൈ ഓവറും ഈ അപ്രോച്ച് റോഡുമായി കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. ഏകദേശം ഒരു 4-5 അടി ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് കോൺക്രീറ്റ് ചെയ്ത് ഇതുമായി കണക്ട് ചെയ്യുന്ന ഒരു വർക്കാണ് ഇനി പെൻഡിങ് ഉള്ളത്. അതിനുശേഷം പിന്നെ ആ കുറച്ച് പോർഷനിലെ ടാറിങ്. അതോടുകൂടി എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു 1.5 മാസത്തിനുള്ളിൽ തന്നെ ഇതുവഴി പൂർണ്ണമായി ഗതാഗത യോഗ്യമാകുന്ന രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ആകും എന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയായാലും മിക്കവാറും ഇനി അയത്തിലും ഫ്ലൈ ഓവറിൻ്റെത് എല്ലാം പൂർത്തിയായി കിടക്കുകയാണ്. ഇനി കല്ലുംതാഴത്തെ വർക്ക് പൂർത്തിയാകുന്ന മുറയ്ക്കാണ് മിക്കവാറും ഈ റോഡ് മൊത്തത്തിൽ ഓപ്പണായി കൊടുക്കുക. ഈ പാലത്തറയിലെയും അയത്തിലെയും കല്ലുംതാഴും എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും ഓപ്പൺ ആവുന്നത്. അപ്പം ഏകദേശം മിക്കവാറും ഇനി ഒരു 2-3 മാസം വരെ ഇങ്ങനെ വർക്ക് തീർന്നാലും ഇങ്ങനെ കിടക്കും. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതുവഴി വാഹനങ്ങൾ മിക്കവാറും കടത്തിവിടാൻ സാധ്യതയുള്ളൂ. ഇവിടുത്തെ ഈ മേൽപ്പാലമാണെന്ന് തോന്നുന്നു കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വീതി കൂടിയത്. കാര്യം 2 തൂണേ ഉള്ളുവെങ്കിൽ 2 സൈഡിലായിട്ടുള്ള തൂണുകളെ ഉള്ളുവെങ്കിലും നല്ല രീതിയിൽ ഗ്യാപ്പുണ്ട് 2 തൂണുകൾ തമ്മിൽ. അപ്പോൾ വാഹനങ്ങൾക്കൊക്കെ ധാരാളം കടന്നു പോകാനുള്ള വിശാലമായൊരു സ്പേസാണുള്ളത്. അപ്പോൾ എനിക്കൊന്ന് വേറെ എങ്ങും ഇതുപോലുള്ള വീതിയില്ല. പിന്നെ കൊട്ടിയത്തും ചാത്തന്നൂരും പാരിപ്പള്ളിയിലൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കൂടുതൽ തൂണുകളുണ്ട്. പക്ഷേ ഇവിടെ 2 തൂണിൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. എങ്കിലും വീതി നല്ല രീതിയിൽ ഉണ്ടായതുകൊണ്ട് വാഹനങ്ങൾക്കൊക്കെ സുഖമായി കടന്നു പോകാൻ കഴിയും. കൊല്ലം ഉമയനല്ലൂരും ഇതേപോലെ ഇതിനേക്കാൾ തിരക്കുള്ളൊരു സ്ഥലമായിരുന്നു. ബസ്സും ഒക്കെ തിരിയുന്ന ഭാഗമായിരുന്നു. അവിടെയും ഇതേപോലുള്ള ഒരു ഫ്ലൈ ഓവർ മേൽപ്പാലമായിരുന്നു നിർമ്മിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ അവിടെ വളരെ കൺജഷനാണ്. വാഹനങ്ങളൊന്നും തിരിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണുള്ളത്. ഇതേപോലെ ഇത്രയും വലിപ്പമില്ലെങ്കിലും ഇതിൻ്റെ പകുതിയായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അത്രയെങ്കിലും വലിപ്പത്തിൽ നിർമ്മിച്ചിരുന്നെങ്കിൽ അവിടുത്തെ ഗതാഗതം സുഗമമായേനായിരുന്നു. ഇപ്പോൾ അവിടെ വലിയ ട്രാഫിക് കൺജഷനാണ് ഉമയനല്ലൂർ ജംഗ്ഷനിൽ. ഏകദേശം ഒരു 3 മാസം കൊണ്ട് കൊല്ലം ബൈപ്പാസിലെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമാകും. പക്ഷേ കടവൂരിലതും മേവറത്തതും മാത്രമേ അല്പം പെൻഡിങ് ആവുള്ളൂ. അവിടെ വയഡക്റ്റാണ് 2 വരുന്നത്. അതിൻ്റെ വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പം ബാക്കിയുള്ള ഭാഗത്തെല്ലാം ഏകദേശം ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ നാഷണൽ ഹൈവേയുടെ കൊല്ലത്തെ ഏകദേശം വർക്കുകളൊക്കെ ഈ ബൈപ്പാസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വർക്കുകളും തീരാനാണ് സാധ്യത.